ഹലോ, ഇന്നത്തെ ഒരു കിട്ടിലൻ ഡിന്നർ കോംബോ ആണേ. ബട്ടർ കുൽച്ചയും ചിക്കൻ തവ ഫ്രൈയും രണ്ടും അടിപൊളി കോംബോ ആണ്. നമുക്ക് പാർട്ടി സ്പെഷ്യൽ എല്ലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റാണേ. ബട്ടർ കുൽച്ച നമ്മൾ നോർമൽ ബ്രെഡെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഒരു കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിനെ. പാലല്ലെങ്കിൽ ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ 3-4 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ടാലും മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഉപ്പിടണേ. എൻ്റെ ഉപ്പിടുന്ന കിട്ടിയിട്ടില്ല. പിന്നെ ഒരു 50 ഗ്രാം ബട്ടർ, ഒരു 3-3.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും ബട്ടറും. പിന്നെ മല്ലിയിലയും ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടോ എടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് 1 കപ്പ് പാലിന് 3 കപ്പ് പൊടി എന്നുള്ള കണക്കിൽ അത് കറക്റ്റാണ്. അത് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. ഇനി ഇതിൽ നമ്മൾ കറുത്ത എള്ള് ചേർക്കും, പക്ഷേ കുട്ടികളൊന്നും ചിലപ്പോൾ തിന്നൊന്നും വരില്ല, അതുകൊണ്ട് ഞാൻ ഇടായിന്. അപ്പം എള്ളും കൂടി ചേർക്കില്ലേ. ഇതാ ഇങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ട് ഒരു 1/2-3 മണിക്കൂർ ഒന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ഒന്ന് സോഫ്റ്റായിട്ട് പൊങ്ങി വരും. ഇതാ ഡോ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട്, അതായത് നമുക്ക് ആവശ്യമുള്ള അത്ര വലിപ്പത്തിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ചാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവുമേ. എന്നിട്ട് ആ ബോൾസ് എടുത്തിട്ട് നമ്മളെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ പരത്തിയെടുക്കുക. നീളത്തിലായാലും റൗണ്ടിലായാലും പരത്തിയെടുക്കാം. എന്നിട്ട് സാധാ നോർമൽ കുബൂസെല്ലാം ചുടുന്ന പോലെ തന്നെ ചൂടാം. ഇത് ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കാസറോളിൽ വെക്കൂലേ, ആ വെച്ച പാട് ചൂടോട് തന്നെ അതിൻ്റെ മേലെ ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ചിക്കന് വേണ്ടിയിട്ട് ഇതാ മല്ലിച്ചപ്പും പുതിനയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം 1/2 കപ്പ് കട്ടി തൈര് പുളിയില്ലാത്ത അത് ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ചിക്കന് നമുക്ക് എങ്ങനത്തെ പീസും എടുക്കുക, ഫുൾ ചിക്കൻ എടുക്കുക, തൈ പീസ് എടുക്കുക, അങ്ങനെ ഡ്രം സ്റ്റിക്ക് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ അരച്ചെടുത്ത ഗ്രീൻ ചട്നി ഇല്ലേ, അതും ചേർത്ത് ഇനി പൊടികളാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടി, പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ നോർമൽ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചെയ്യുന്നത്. 2 സൈഡും കരിഞ്ഞു പോകാണ്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ഈ മസാല മാറ്റി വെക്കണം കേട്ടോ, ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്.
ചിക്കൻ ഇത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലേൻ്റെ മിക്സില്ലേ അതിൻ്റെ മേലിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് കസൂരി മേത്തി അത് നല്ലോണം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടാൽ നല്ല ടേസ്റ്റാവും. ഇനി ഇതൊരു 4-5 പച്ചമുളക് ഇങ്ങനെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തതും പിന്നെ ചെറുനാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് അപ്പോഴും ഒന്ന് അടച്ച് വെക്കാം. ഇത് ഈ ലെമൺ എന്തായാലും ഇടണം കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ ഈ ചിക്കനിൽ ഇങ്ങനെ അടിപൊളിയാണ്. നമ്മൾ ഈ പുറത്തെല്ലാം പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. 1 മണിക്കൂറിൻ്റെ ഉള്ളിലെല്ലാം ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത് രണ്ടും കിഡിലും കോമ്പിനേഷനാണ്, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് എന്തെങ്കിലും സൽക്കാരം പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പം നല്ല കളർഫുള്ളായിട്ട് ഒന്ന് ഡിന്നറെല്ലാം സെറ്റാക്കാമല്ലോ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, കിട്ടില്ലാന്ന്. ഈ ബട്ടർ കുൽച്ചയും ഭയങ്കര സോഫ്റ്റാണ്. ഇത് രണ്ടും നല്ല കിഡിലും കോമ്പിനേഷനാണ്. അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഓക്കെ, ബായ്.